സാർ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയെ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും ഉചിതമായിട്ടുള്ളൊരു കാര്യം? എങ്ങനെയാണ് ഉചിതം? അതൊരു വല്ലാതൊരു കുഴയ്ക്കുന്നൊരു ചോദ്യമാണ്. അതായത് എനിക്കതിനകത്ത് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരുപക്ഷെ എന്താ പറയുന്നത്, സുമയ്യ ചോദിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഈ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടും അതിനകത്ത് അടി കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് കണ്ടുകൊണ്ടും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിന് ഈ ഫേസ്ബുക്ക് ഉണ്ടാകുന്നതിന് മുമ്പും ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പും ഒക്കെ അതൊരു പാർട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതിയും ഒരു ഏർപ്പാടും ഉണ്ടല്ലോ. ആ രീതിയിലും ഏർപ്പാടിലും ആണല്ലോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി ഹൈക്കമാൻഡ് അല്ലെങ്കിൽ നേതാക്കളെന്നൊക്കെ പറയുന്നവർ ജനങ്ങളുടെ വൈബ് മനസ്സിലാക്കും, ജനപ്രതിനിധികളുടെ വൈബ് മനസ്സിലാക്കും, പാർട്ടിയുടെ വൈബ് മനസ്സിലാക്കും, മുന്നണിയുടെ വൈബ് മനസ്സിലാക്കും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടി അതിനകത്തൊരു തീരുമാനമെടുക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത്. ഇതെല്ലാം ഇതിനകത്തൊരു ഘടകം കൂടിയുണ്ട്. ഇതിലെല്ലാം നമ്പേഴ്സ് പ്രധാനമാണ്. ഇപ്പോൾ എത്ര സീറ്റുകൾ വരുന്നു UDF മൊത്തത്തിൽ, അതിൽ കോൺഗ്രസ്സിന് എത്ര സീറ്റ് വരുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും ആ ഡിസിഷൻ്റെ പവർ ഉണ്ടാവുക എന്ന് പറയുന്നത്. സാധാരണ കോൺഗ്രസിൻ്റെ രീതി പാർലമെൻ്ററി പാർട്ടി കൂടും, ജയിച്ച MLA മാരെ കൂട്ടിയിട്ട് ആ ജയിച്ച MLA മാരുടെ അഭിപ്രായം അറിഞ്ഞായിരിക്കും ഒരാളിനെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്നത് പാളിയിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് പാളിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പണ്ട് ആന്ധ്രയിൽ YSR അപകടത്തിൽ മരിച്ചപ്പോൾ മുഴുവൻ ആളുകളും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കാനാണ്. മകനെന്തൊക്കെയോ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട്, തീരെ ചെറുപ്പമോ. അപ്പോൾ അതെന്ത് ചെയ്തു, അന്ന് കോൺഗ്രസിൻ്റെ അവിടുത്തെ നിരീക്ഷകരും എല്ലാം കൂടെ ഹൈക്കമാൻഡിന് പറഞ്ഞു കൊടുത്തു, അത് അതിനേക്കാൾ നല്ലത് സീനിയർ ആളിനെ ആക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു റോസയ്യയെ ആക്കി. ആ റോസയ്യ ആന്ധ്രയിൽ അവസാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നെ ആയില്ല. അതൊരു ഇതാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുഭാഗമുള്ളത്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരുടെ പാർലമെൻ്ററി പാർട്ടി പറഞ്ഞ നേതാവാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ പറഞ്ഞ ആളുകളോ പോസ്റ്റിട്ട ആളുകളോ കമൻ്റ് ആളുകളോ അല്ല. ഇപ്പോൾ കർണാടകയിൽ എല്ലാവരും ആഘോഷിച്ചത് DK എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ സിദ്ധാരാമയ്യാണ് മുഖ്യമന്ത്രിയായത്. ആൻഡ് ഹീ ഈസ് ദ ആപ്റ്റ് പേഴ്സൺ. പുള്ളിയാണതിൻ്റെ ആപ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. ഇപ്പോൾ ഒരാൾക്കും തർക്കമില്ല, കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ ഫേസ്ബുക്കിനും സാമൂഹ്യ മാധ്യമത്തിനും എല്ലാം DK ആണ് ഫയർ. ആ തീരുമാനിച്ച പാർട്ടിക്കില്ല, ജയിച്ച MLA മാർക്കില്ല, കാര്യങ്ങൾ അറിയാവുന്ന രാഷ്ട്രീയക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പോപ്പുലർ ഹിറ്റ് എന്ന് പറയുന്നത് DK ആണ്. അതുകൊണ്ടൊരു ഭരണമാറ്റം അവിടെ ആവശ്യപ്പെട്ടിട്ട് പോലും ഇങ്ങനെ പത്രപ്രസ്താവനയൊക്കെ പറയാവുന്നതല്ലാതെ ഈ പറയുന്ന സിദ്ധാരാമയ്യയുടെ പിന്നിലാണ് ഈ MLA മാരും ആ സംവിധാനവും മുഴുവൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അതായത് റിയൽ പൊളിറ്റിക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. റിയൽ പൊളിറ്റിക്സ് വേറൊരു കാര്യം. അത് നമ്മളിപ്പോൾ ആവേശ കമ്മിറ്റി എന്ന് പറയും. അതിപ്പോൾ നമ്മളങ്ങോട്ട് കൂടി അടുത്ത ദിവസം മുതൽ ഇനിയിപ്പോൾ കേരളത്തിൽ കാണാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ വരെ പിണറായി വിജയൻ സഖാവിനെ പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാവരും കൂടെ നാളെ മുതൽ ഇപ്പുറത്തെ പാളയത്തിലുള്ളവരെ അങ്ങ് പറയാൻ തുടങ്ങും. ഈ പറഞ്ഞതെല്ലാം ചെയ്യണ്ടേ, മറ്റേത് അങ്ങനെ ചെയ്തില്ല, അതിങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങ് തുടങ്ങാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് ഈ റിയൽ പൊളിറ്റിക്സും പോസ്റ്റും ആവേശവും വികാരവും അല്ല റിയൽ വികാരം. അതൊരു വികാരമല്ലെന്നല്ല, അത് കുറച്ച് പേരുടെ വികാരമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു വലിയ മാസീവായിട്ടുള്ള ആളുകളും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും വളരെ എന്താ പറയുന്നത്, നല്ല ഹൈ വോൾട്ട് തിങ്കിങ് ഉള്ള ആളുകളും പാർട്ടിയുടെ സംഗതിയെക്കുറിച്ചുള്ള ആൾ. ഇതിങ്ങനെ കേരളത്തിൽ ഒരുപാട് സംഗതി ഉണ്ടായിട്ട് നിങ്ങൾ അറിയുന്നില്ലേ, ഒരു ഘട്ടത്തിൽ കേരളത്തിലെല്ലാവരും വായ്ത്താരി അടിക്കുന്ന പോലെ പാടിയില്ലേ, ശശി തരൂരിനെ ഏൽപ്പിക്കൂ, കോൺഗ്രസിനെ രക്ഷപ്പെടുത്തും. കാണുന്നിടത്തെല്ലാം തെറിയായിരുന്നു എല്ലാവർക്കും. രാഹുൽ ഗാന്ധിക്ക് തെറി, മറ്റേ തെറി. പക്ഷേ അവസാനം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തരൂര് തന്നെ തെളിയിച്ചു തരൂരിന് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ആളല്ലെന്ന്. മനസ്സിലായില്ലേ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സുധാകരൻ KPC പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ, K സുധാകരൻ. പുലി വരുന്നേ എന്നും പറഞ്ഞപ്പോഴാണ് സുധാകരൻ ഇപ്പോൾ എടുത്ത് നിലത്തടിക്കുന്നത്.
നിലത്തടിക്കുമെന്ന് പറഞ്ഞ് വേളമായിരുന്നു. പക്ഷേ അടിച്ച് സൗണ്ട് കേട്ടുകൊണ്ട് എല്ലാവരും കൂടെ ചെന്ന് നോക്കുമ്പോൾ സുധാകരനാണ് നിലമ്പാട് കിടക്കുന്നത്. അന്ന് ഇതുപോലെ KPC ഓഫീസിൻ്റെ അടുത്തൊക്കെ മുട്ടൻ 12 അടി പൊക്കത്തിൽ ഒക്കെ ആരാടാ സുധാകരനെ ആക്കാത്തത്, അന്ന് ചാനലിലൊക്കെ കാണിക്കുന്നത് എന്തുവാ, സുധാകരൻ വരണമെന്ന് പാലക്കാട് പോസ്റ്റർ, കണ്ണൂരിൽ പോസ്റ്റർ, തിരുവനന്തപുരത്ത് പോസ്റ്റർ, അവിടെ പോസ്റ്റർ, ഇവിടെ പോസ്റ്റർ. അപ്പോൾ ആ സന്ദർഭത്തിൽ KC വേണുഗോപാലിൻ്റെ പടം കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ യവനൊറ്റ എടുത്തിനാണ് ആക്കാത്തത്, യവൻ കേരളത്തെ നശിപ്പിക്കും, യവൻ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ. എന്തായി കിടക്കുന്നു 10 പൈസ. ഇപ്പോൾ എല്ലാവരുടെ സുധാകരൻ്റെ പടം കാണിച്ചാൽ കൊണ്ടേ പറയുന്നത് ഈ ചരക്കിനെ എടുത്ത് ഇവിടെ ആരാ വെച്ചത്, എവിടെങ്കിലും കൊണ്ട് കള, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുന്നത് പോപ്പുലർ ഡിസിഷൻ എന്ന് പറയുന്നത്. പോപ്പുലർ ഡിസിഷൻ ഈസ് നോട്ട് ഓൾവേസ് എഫക്റ്റീവ് ഡിസിഷൻ. ആ എലമെൻ്റ് കൂടെ എടുക്കണം, പക്ഷേ എടുത്തിട്ട് അതിനകത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണം. അതാണ് അതിൻ്റെ ഒരു പക്വത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് സൈബർ ടീംസ് ഉണ്ട്. ഇപ്പം CPM-നായിക്കോട്ടെ കോൺഗ്രസ്സുകാർക്കായിക്കോട്ടെ ഒരുപാട് സൈബർ ടീംസ് ഉണ്ട്. അപ്പം ഈ സൈബർ ചാവേറുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിനകത്ത് കുറേ പോപ്പുലർ ഡിസിഷൻസ് വരുന്നുണ്ട്. ആ പോപ്പുലർ ഡിസിഷൻസ് എത്രമാത്രം എഫക്റ്റീവ് ആവും? ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആക്കണമെന്ന് ആദ്യം സോഷ്യൽ മീഡിയയിലാണ് ക്യാമ്പയിൻ തുടങ്ങുന്നത്. അതൊരു വലിയൊരു ചർച്ചയായിട്ട് മാറുകയും പിന്നീട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. അങ്ങനെ അവസരം കിട്ടാത്തവർക്ക് ഒരു അവസരം കൊടുക്കുന്നൊരു രീതിയും ഇതിനകത്തുണ്ടോ? സ്വാഭാവികമായിട്ട് ഈ സാമൂഹ്യ മാധ്യമത്തിൽ അങ്ങനെ അഭിപ്രായങ്ങൾ വരുന്ന ഡിസിഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ഡിസിഷനൊന്നും ഇതുപോലെ തന്നെ അങ്ങ് മാറുന്ന, അത് ഇപ്പം നമ്മൾ പറയത്തില്ലേ ഇഹലോകം പരലോകം എന്ന് പറയുന്ന പോലത്തെ വേറൊരു ലോകമാണ് സൈബർ ലോകം. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവർ കുറച്ച് പേര് ഇരുന്ന് കുറച്ച് നെറേറ്റീവുകൾ എഴുതി ഉണ്ടാക്കി അത്തരം കാര്യങ്ങളൊക്കെ അവർ വളരെ ഭംഗ്യന്തരേണ ആ ഒരു ലൈനിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൊണ്ടുപോകുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാർട്ടിക്ക്, ഒരു സംവിധാനത്തിന്, ഒരു തീരുമാനം എടുക്കുന്നതിന് അവരുടേതായ ഒരുപാട് റീസൺസ് കാണും. ഈ റീസൺസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. ഇതിപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇത്തവണ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊന്നും 100% ഒരു മണ്ഡലത്തിലും സ്വീകാര്യരായവരല്ല. പകുതിയിലധികം പേരും ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. പക്ഷേ ഒരു വിജയം ദാഹിച്ച് മുഴുവൻ ആളുകളും ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയോ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മരിച്ചു പണി ചെയ്തു. ഘടകകക്ഷികളും പണി ചെയ്തു, കോൺഗ്രസ്സുകാരും പണി ചെയ്തു, പിന്നെ എല്ലാവരും പണി ചെയ്തു. അതുകൊണ്ടാണ് എല്ലായിടത്തും വിജയസാധ്യത എന്ന് പോലും പറയുന്നത്. അതെന്താ കാര്യം? ഈ 10 വർഷത്തെ ഇതിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ച, ഒരു പാർട്ടി നഷ്ടപ്പെട്ട വികാരം അനുഭവിച്ച, അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്നൊരു സംഗതി. ആ ഒരു സ്പിരിറ്റ് ഈ ജയിച്ച നേതാക്കൾ ഉൾക്കൊള്ളണം. അത്ര ഹൃദയവികാരത്തോടെയാണ് ഈ അണികൾ ഈ നേതാക്കളെ എല്ലാം ജയിപ്പിച്ചത്. അപ്പോൾ ആ ജയിച്ചൊരു വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പക്വതയോടെ ഇതിനെ സമീപിച്ച് ഉചിതനായ ഒരു നേതാവിനെ എടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അവർ ജനങ്ങൾ കാണിക്കാത്ത ഒരു ഈ സാധാരണ കോൺഗ്രസ് UDF മത്സരിക്കുമ്പോൾ പാരവെപ്പും വേലയും മർമ്മവും ഒക്കെയാണ്. പക്ഷേ അതൊന്നും ഇത്തവണ എങ്ങും ആരും പറഞ്ഞില്ല. ഓരോ ഘടകകക്ഷി കാലുവാരി എന്ന് പറഞ്ഞില്ല, മറ്റൊരു വാരി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത ഇതിലും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ചർച്ചകൾ വളരെയേറെ ചൂടേറിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രശ്നമുണ്ടാവുമോ? പൊട്ടിത്തെറി ഉണ്ടാവുമോ? അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം. അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന ആഗ്രഹത്തിൽ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യുകയും എല്ലാവരും അതിനുവേണ്ടി പാടുപെടുകയും ഒക്കെ ചെയ്ത ഒരു റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ. ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ചാവേറുകളും എല്ലാം മാറി നിന്ന് പാർട്ടിയാണത് തീരുമാനിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ജനങ്ങളെല്ലാവരും, പാർട്ടിക്കാരായ ആളുകളെല്ലാവരും അതിനോടൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും പവർ പൊളിറ്റിക്സ് ആണ് നയിക്കുന്നത്. ആരാണ് അധികാരമുള്ളത് ആ ഭാഗത്തേക്കാണ് ഒഴുക്ക് കൂടുതൽ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു 10-70% പേര് ആ ഗ്രൂപ്പ് വിട്ടു. ഈ റിസൾട്ട് കണ്ടപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പുള്ളിയെ കാണണമെങ്കിൽ തന്നെ ഒത്തിരി പേരെ പിടിച്ച് തലകൾ മാറ്റിയിട്ട് വേണമായിരുന്നു നമ്മൾ രമേശ് ചെന്നിത്തല സാറിനെ എത്തി നോക്കാൻ. ഇപ്പോൾ ഇതാ പുള്ളി ഒറ്റയ്ക്ക് അവിടെ നടക്കുന്നുണ്ട്.
അപ്പോൾ അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ട് പവറിൽ ആരാണ് ഹൈക്കമാൻഡ് ഒരു ആളിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇക്വേഷൻ എല്ലാം അതിലേക്ക് കേന്ദ്രീകരിക്കും. 2, പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഇത് ഒരുപാട് കണ്ടിട്ടുള്ള പാർട്ടിയാണ്. അതായത് എന്നോട് AC ജോസ് എന്ന് പറഞ്ഞ സ്പീക്കർ സാർ, അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, മുൻ സ്പീക്കർ. അദ്ദേഹത്തിന് രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. അത് അദ്ദേഹം ഇരുന്ന് ഫോമെല്ലാം ഫില്ല് ചെയ്തു. എന്നിട്ട് MLA ഹോസ്റ്റലിൽ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടോൺമെൻറ്റ് വാതിൽ കയറുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഫോൺ വന്നെന്നും പറഞ്ഞൊരാൾ ഓടി വന്നു. ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞത് കരുണാകരൻ ഇടഞ്ഞു, നിങ്ങളല്ല രാജ്യസഭയിലേക്ക്, വേറെ ആളാണ്, അതുകൊണ്ട് ജോസ് തിരിച്ചു പോയിക്കോളാം പറഞ്ഞു. ജോസ് നിശബ്ദമായിട്ട് അങ്ങ് തിരിച്ചു പോയി. അങ്ങനത്തെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു സംഗതിയൊക്കെ ഉണ്ടായാലും ഇത് സെറ്റിൽ ചെയ്യാനുള്ള CPMകാർ എപ്പോഴും പറയുന്ന ഒരു വലിയ പരാതിയുണ്ട് കോൺഗ്രസിനെ കുറിച്ച്. ഞങ്ങൾ എല്ലാ മാസവും ബ്രാഞ്ച് കൂടി LC കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് എഴുതി വെച്ച് കമ്മിറ്റി കൂടിയൊക്കെ പോകും. കോൺഗ്രസിനകത്ത് അന്നേരം ഒന്നും ആരും കാണത്തില്ല, ഒരു കമ്മിറ്റിയും കാണത്തില്ല. കോൺഗ്രസ്സിൽ മര്യാദയ്ക്ക് ഒരു മണ്ഡലം കമ്മിറ്റി ഇന്ന് വരെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്ലോക്ക് കമ്മിറ്റി നടന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇതിൽ പലരും പാർട്ടി വിട്ടു പോകുമ്പോഴാണ് എനിക്ക് ചിരി വരും. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കന്നയിൽ രാജൻ പാർട്ടി വിടുന്നു എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ തന്നെ ചിരിക്കൂടാ. ഇതിനകത്ത് ഈ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് കന്നയിൽ രാജൻ്റെ വീട്ടിൽ പോലും അറിഞ്ഞുകൂടാ കന്നയിൽ രാജൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയായത്. പക്ഷേ ഇതിനുള്ള ചെതല് പോലെ സമയമാകുമ്പോൾ വോട്ട് ചെയ്യാൻ ആളുകളുണ്ട്, എല്ലായിടത്തും കൂടെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകും എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സംഗതിയാണ് കോൺഗ്രസ്സിനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് മറികടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ VD സതീശൻ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഈ വാഹനം മോഡിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ വാഹനം മോഡിഫിക്കേഷനിലോട്ട് വരുന്ന ഒരുപാട് കാര്യം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് അതങ്ങ് നിർത്തി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാരിൽ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തക്ക ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണത് VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ചെറുപ്പക്കാരിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എനിക്കതിനെക്കുറിച്ച് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, അതിനൊരു കൗണ്ടർ നറേറ്റീവും ഞാൻ വായിച്ചു. അതായത് ഈ ട്രാഫിക് നിയമം കേന്ദ്ര നിയമമാണ്, വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷനൊക്കെ സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര നിയമം അമെൻഡ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം അതിന് പെർമിഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസം ചിലർ പറയുന്നത് കേട്ടു. എന്നാൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ നിറം മാറ്റലും സ്റ്റിക്കർ ഒട്ടിക്കലും ഒക്കെ ഇവിടെ നടത്തുന്നതും കണ്ടു. ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു 50 വയസ്സുകാരനോട് ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തലമുറ അങ്ങ് മാറിപ്പോയി. സുമയ്യ പറയേണ്ടത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ. കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട്, അതായത് ഇപ്പോഴത്തെ നല്ല എപ്പോഴും ഒരു നിഷ്പക്ഷ ചിന്താഗതിക്കാർ എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഈ വന്ന കുറേ ഒരു കാലഘട്ടത്തിൽ അത് നല്ല കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നിഷ്പക്ഷ ചിന്താഗതിക്കാർ കൂടെ, അതും കൂടുതലും ചെറുപ്പക്കാരിലാണ്. കാര്യം ചെറുപ്പക്കാരിലെല്ലാവരും വലിയൊരു അച്ചീവ്മെന്റോടുകൂടി അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല, ഞങ്ങൾ അരാഷ്ട്രീയവാദികളാണ്, അതിന്റെ അപകടം അവർക്ക് അറിയാത്തതാണ്. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതായത് വാഹനം മോഡിഫിക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും, അതായത് ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ. കാര്യം ഇത് മുഖേന ജീവിതം മെച്ചപ്പെടുത്തിയവർ ഒരുപാടായിരുന്നെന്നാണ്. അതായത് ഈ വാഹനം മോഡിഫിക്കേഷൻ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു പാത്തിൽ പോയ കുട്ടികൾ ഒരുപാടായിരുന്നെന്നാണ്. ഇത് നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലഹരി വർധനമായാലും ഈ മദ്യത്തിന്റെ ഉപയോഗമായാലും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒഴുകിയെത്തുന്നതാണ് പറയപ്പെടുന്നത്. അതൊരു പറയപ്പെടൽ മാത്രമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ടീനേജ് ഒരു ഫയറിങ് ഏജാണ്. അപ്പോൾ ആ ഏജിൽ ഇത്രയും കൊടുത്തത് അനുവദിച്ച് ആ ലെവലിലേക്കൊക്കെ എത്തിച്ചാൽ അവരെല്ലാം നല്ല കുട്ടികളാവും എന്നൊന്നും വിചാരിക്കുന്നതിൽ ഒന്നും അർത്ഥമില്ല. അതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം, ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നുള്ളത്.